ഓക്കെ, അപ്പോൾ നമ്മൾ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്ക് പറഞ്ഞു. നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യൽ. നാച്ചുറലിൽ വരുന്ന മെത്തേഡ്സുകളാണ് കോഞ്ചുഗേഷൻ, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ, റിട്രോവൈറൽ ട്രാൻസ്ഡക്ഷൻ, അഗ്രോബാക്ടീരിയ മീഡിയേറ്റഡ് ട്രാൻസ്ഫർ. ആർട്ടിഫിഷ്യലി വരുന്ന മെത്തേഡിനെ മൂന്നായിട്ട് തിരിക്കാം: ഫിസിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ. ഫിസിക്കലിലുള്ളത് മൈക്രോ ഇഞ്ചക്ഷൻ, ബയോലിസ്റ്റിക്സ് ട്രാൻസ്ഫോർമേഷൻ. കെമിക്കൽ മെത്തേഡ്സ് കാൽഷ്യം ഫോസ്ഫേറ്റ് മെത്തേഡ്, ലിപ്പോസോം മീഡിയേറ്റഡ് ട്രാൻസ്ഫർ. ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ഇലക്ട്രോപോറേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോഞ്ചുഗേഷൻ. കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാസ്മിഡ് ബാക്ടീരിയസിൽ കാണപ്പെടുന്നു. അതിനെ നമ്മൾ എഫ് പ്ലാസ്മിഡ് എന്നാണ് വിളിക്കുന്നത്. ചില ബാക്ടീരിയസിൽ എഫ് പ്ലാസ്മിഡ് ഉണ്ട്. അവയെ നമ്മൾ എഫ് പോസിറ്റീവ് ബാക്ടീരിയ, ഇവയെ നമ്മൾ അല്ലെങ്കിൽ മെയിൽ എന്ന് കണക്കാക്കപ്പെടുന്നു. ചില ബാക്ടീരിയയിൽ എഫ് പ്ലാസ്മിഡ് ആബ്സെൻ്റ് ആണ്. അവയെ നമ്മൾ എഫ് നെഗറ്റീവ് അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദ എഫ് പ്ലാസ്മിഡ് കൺസിസ്റ്റ് ഓഫ് 25 ജീൻ ദാറ്റ് മോസ്റ്റ്ലി കോഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സെക്സ് പിലൈ. അപ്പോൾ ഈ എഫ് പ്ലാസ്മിഡ് ഉള്ളവർ എഫ് പോസിറ്റീവ് ആണ്. അത് സെക്സ് പിലൈ പ്രൊഡക്ഷന് കാരണമാകുന്ന ജീനുകളാണ് അതിൽ കാണപ്പെടുന്നത്. അപ്പോൾ കോഞ്ചുഗേഷൻ എന്ന് പറയുമ്പോൾ ഈ എഫ് പോസിറ്റീവും എഫ് നെഗറ്റീവും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു കോഞ്ചുഗേഷൻ ട്യൂബ് കനാൽ ഫോം ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സെക്സ് പിലൈ വെച്ചിട്ട് ഇവർ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ടെമ്പററി സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് ഫോം ചെയ്യുകയും അതുവഴി അവർ റെപ്ലിക്കേഷൻ നടത്തുകയും എഫ് പ്ലാസ്മിഡ് എഫ് പോസിറ്റീവിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് എഫ് മെയിലിൽ നിന്ന് ഫീമെയിൽസിലോട്ട് പോവുകയും ഇങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അവിടെ 2 മെയിൽ സെൽസ് ഉണ്ടാകും. അപ്പോൾ എഫ് നെഗറ്റീവ് എഫ് പോസിറ്റീവായിട്ട് മാറും. അപ്പം when the F positive plasmid is integrated with the bacterial chromosome, the cell is called HFR cell. അപ്പോൾ ചില സമയങ്ങളിൽ ഈ എഫ് പോസിറ്റീവ് പ്ലാസ്മിഡ് ചെന്ന് ബാക്ടീരിയയുടെ ക്രോമസോമിൽ തന്നെ ചെന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ HFR സെൽ എന്നാണ് വിളിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ സെൽ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് HFR സാധാരണയുള്ള ഒരു കോഞ്ചുഗേഷൻ്റെ ഒരു പിക്ചറൈസേഷൻ. ഇത് എഫ് പോസിറ്റീവ് സെല്ല് അല്ലെങ്കിൽ മെയിൽ എന്ന് നമ്മൾ പറയപ്പെടുന്നു. ഇത് എഫ് നെഗറ്റീവ് സെല്ല്. രണ്ടും തമ്മിൽ സെക്സ് പിലൈ വെച്ച് കമ്പൈൻ ചെയ്തൊരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ്, കോഞ്ചുഗേഷൻ ബ്രിഡ്ജ് ഫോം ചെയ്യുകയും ഇതിൽ നിന്ന് എഫ് ഫാക്ടർ ട്രാൻസ്ഫർ ചെയ്ത് റെപ്ലിക്കേഷൻ വഴി ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായി മറ്റേ ബാക്ടീരിയയിലോട്ട് പോവുകയും അവസാനം ഇത് രണ്ടും റിസൾട്ടിങ് എന്താണ്, 2 എഫ് പോസിറ്റീവ് സെല്ല് ഫോം ചെയ്യും. ഇതാണ് ബാക്ടീരിയൽ കോഞ്ചുഗേഷൻ എന്ന് വിളിക്കുന്നത്. ചില കേസസിൽ ഈ എഫ് പോസിറ്റീവ് പ്ലാസ്മിഡ് ബാക്ടീരിയയുടെ ക്രോമസോമിൽ ചെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു അതിനെ നമ്മൾ HFR എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വെളിയിലുള്ള DNA ഡയറക്റ്റ് അപ്ടേക്ക് ചെയ്യുകയാണ്. സറൗണ്ടിങ് മീഡിയത്തിൽ നിന്ന് സെല്ലിൻ്റെ മെമ്പറൈൻ വഴി ഡയറക്റ്റ് DNA ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഏതാ സെല്ലാണോ ആ സെല്ല് അബ്സോർബ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. Transformation occurs naturally in some species of bacteria, but it can also be affected by artificial treatment in other species. ഇത് ചില ബാക്ടീരിയയിൽ നാച്ചുറലി നടക്കുന്നു, ചില സ്പീഷീസിൽ ഇത് ആർട്ടിഫിഷ്യലായിട്ടാണ് നടക്കുന്നത്. സെൽസ് that have undergone this treatment are said to competent. അപ്പോൾ ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സെല്ലിനെ നമ്മൾ കോമ്പീറ്റൻ്റ് എന്ന് വിളിക്കും. എനി DNA that is not integrated into the chromosome will be degraded. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ നടക്കാത്ത ഏതെങ്കിലും DNA ഇങ്ങനെ ഇൻ്റഗ്രേഷൻ നടക്കുന്നില്ലെങ്കിൽ അതവിടെ ഡീഗ്രേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. നമുക്കറിയാം ഒരു ബാക്ടീരിയൽ ക്രോമസോം ആണ്. ഈ ക്രോമസോം ട്രാൻസ്ഫോർമേഷൻ വഴി വേറൊരു ബാക്ടീരിയൽ ക്രോമസോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കൂടെ ഈ ബാക്ടീരിയയ്ക്ക് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് ഈസ് എ ട്രാൻസ്ഡക്ഷൻ. ജീൻ ട്രാൻസ്ഫർ ഫ്രം എ ഡോണർ ടു എ റിസിപ്പിയൻറ്റ് ബൈ വേ ഓഫ് എ ബാക്ടീരിയോഫേജ്. ഒരു ബാക്ടീരിയോഫേജിൻ്റെ സഹായത്താൽ ഒരു ജീനിനെ നമ്മൾ വേറൊരു ഒരു റിസിപ്പിയൻറ്റിലോട്ട് ഡോണറിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ ഇഫ് ദ ലൈസോജനിക് സൈക്കിൾ ഈസ് അഡോപ്റ്റഡ്. അപ്പോൾ നമ്മൾ സാധാരണ വൈറസിൻ്റെ ബാക്ടീരിയോഫേജിന് 2 ഫേസ് പഠിച്ചായിരുന്നു, ലൈസോജനിക് സൈക്കിളും ലൈറ്റിക് സൈക്കിളും. അപ്പോൾ ഇവിടെ ഈ സാധാരണ ട്രാൻസ്ഡക്ഷന് ലൈസോജനിക് സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. ലൈസോജനിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫേജ് ക്രോമസോം ഈസ് ഇൻ്റഗ്രേറ്റഡ് ഇൻടു ദ ബാക്ടീരിയൽ ക്രോമസോം. അപ്പോൾ ഫേജ് വന്ന് ബാക്ടീരിയൽ ക്രോമസോമിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇറക്കും. എന്നിട്ടിത് ഡോർമൻ്റ് ആയിട്ട് തൗസൻഡ്സ് ഓഫ് ജനറേഷൻ അവിടെ ഇരിക്കും. അപ്പോൾ നമുക്കറിയാം ലൈസോജനിക് സൈക്കിള് അൺഫേവറബിൾ കണ്ടീഷൻ നടക്കുമ്പോഴാണ് ലൈസോജനിക് സൈക്കിൾ നടക്കുന്നത്. ഇനി ലൈറ്റിക് സൈക്കിൾ ആകുമ്പോൾ ഫേവറബിൾ കണ്ടീഷൻസിൽ ഒരു ബാക്ടീരിയോ ഫേജ് വന്ന്
ഒരു ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നു, അത് അതിൻ്റെ കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്ടീരിയയുടെ മെഷീനറി വെച്ചിട്ട് അത് ഈ വൈറസ്, ഈ ബാക്ടീരിയോഫേജ് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പി ഉണ്ടാക്കി അത് ബാക്ടീരിയൽ സെല്ലിനെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് റിലീസ് ചെയ്യപ്പെടുന്നു. ധാരാളം ബാക്ടീരിയോഫേജിൻ്റെ കോളനി റിലീസ് ചെയ്യപ്പെടുന്നു. എന്നാൽ ലൈസോജനിക് സൈക്കിളിൽ ഇതേപോലെ തന്നെയാണ്, പക്ഷെ അവർ റിലീസ് ചെയ്യുന്നില്ല. അവർ ഫേവറബിൾ കണ്ടീഷൻ ആകുന്നത് വരെ അവിടെ ഡോർമൻസിയിലിരുന്ന് തൗസൻഡ്സ് ഓഫ് ജനറേഷൻ വരെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവർ റെഡി ആയിരിക്കും. എന്നിട്ട് എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത്, അപ്പോൾ ഈ ലൈസോജനിക് സൈക്കിളിൽ നിന്ന് ലൈറ്റിക് സൈക്കിളിലോട്ട് അവർ പതുക്കെ മാറി അവരുടെ ധാരാളം കോപ്പീസിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതേപോലെ ഒരു ട്രാൻസ്ഡക്ഷനാണ്, ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കാണല്ലോ അവിടെയും. അപ്പോൾ ഇത് ബാക്ടീരിയോഫേജിൽ നടക്കുന്നതാണ്. കൂടുതലും ലൈസോജനിക് സൈക്കിൾ വഴിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ലൈറ്റിക് സൈക്കിൾ ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഫേജ് പാർട്ടിക്കിൾ വിച്ച് റിലീസ്ഡ് ബൈ ലൈസിസ് ഓഫ് ദ ഹോസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ലൈസോജനിക് സൈക്കിളിൻ്റെ സമയത്താണ് ഇങ്ങനെ ഒരു ജീൻ ട്രാൻസ്ഫർ ധാരാളം നടക്കുന്നത്, തൗസൻഡ്സ് ഓഫ് ജനറേഷനിലോട്ട്. എന്നിട്ട് അവർ ഫേവറബിൾ സ്റ്റേജ് എത്തുമ്പോൾ ലൈറ്റിക് സൈക്കിൾ വരും. ലൈറ്റിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലിൻ്റെ കംപ്ലീറ്റ് റപ്ചർ ചെയ്തിട്ട് ധാരാളം കോളനി റിലീസ് ചെയ്യപ്പെടുന്നു. ഇതാണ് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പിക്ചറൈസേഷൻ. ഇതൊരു ബാക്ടീരിയോഫേജാണ്. ബാക്ടീരിയോഫേജ് ഒരു ഹോസ്റ്റ് സെല്ല്, ഡോണർ സെല്ല് ബാക്ടീരിയയെ വന്നു അറ്റാക്ക് ചെയ്യുന്നത് ബാക്ടീരിയൽ ക്രോമസോം. ഫേജ് ഇൻജെക്ട്സ് DNA, ഫേജ് വന്ന് അതിൻ്റെ DNA ഇൻജെക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫേജ് DNA എന്ത് ചെയ്യുന്നു, ഫേജ് എൻസൈം ഡീഗ്രേഡ് ഹോസ്റ്റ് DNA, ഹോസ്റ്റിൻ്റെ DNA ഫേജിൻ്റെ എൻസൈം ഡീഗ്രേഡ് ചെയ്യുകയും എന്നിട്ട് ഫേജ് വിത്ത് ഡോണർ DNA. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫേജ് വന്ന് അതിൻ്റെ DNA വെച്ച് ഈ ഹോസ്റ്റിൻ്റെ DNA മുറിച്ചിട്ട് അത് രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഹോസ്റ്റിൻ്റെ എല്ലാ കൺട്രോളും ഇവർ ഏറ്റെടുത്ത് അവരവിടെ പ്രോട്ടീൻ കോട്ടും ടെയിലും എല്ലാം അങ്ങ് നിർമ്മിക്കും. അവസാനം ഒരു ഫേവറബിൾ സ്റ്റേജ് എത്തുന്ന സമയത്ത് സെല്ല് സിന്തസൈസസ് ന്യൂ ഫേജസ്, പുതിയ ഫേജിനെ സിന്തസൈസ് ചെയ്ത് ഈ ബാക്ടീരിയയുടെ ക്രോമസോമിനെയും ഫേജിൻ്റെ ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പുതിയ ഈ ബാക്ടീരിയോഫേജ് റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് സാധാരണ ഒരു ട്രാൻസ്ഡക്ഷനിൽ നടക്കുന്നത്. അപ്പം ട്രാൻസ്ഡ്യൂസിങ് ഫേജ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു ലൈറ്റിക് സൈക്കിൾ നടക്കുന്നത്. ലൈസോജനിക് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇവരിങ്ങനെ ഡോർമെൻ്റ് ആയിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഇതിങ്ങനെ കോപ്പിയായി ഇവർ റെഡി ആയിരിക്കും. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇവർ റിലീസ് ചെയ്യപ്പെടും, ഗ്രൂപ്പോടെ കോളണി ആയിട്ട് റിലീസ് ചെയ്യപ്പെടും. ഓരോ ഫേജും പോയി പിന്നെ അടുത്ത ഓരോ സെല്ലിനെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ അവിടുത്തെ നോക്കുക, ട്രാൻസ്ഡ്യൂസിങ് ഫേജ് ഇൻജെക്ട് ഡോണർ DNA. ഡോണർ DNA ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു റെസിപ്പിയൻറ്റ് ക്രോമസോം ബൈ റീകോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ വീണ്ടും ഈ ജീൻ വന്ന് അടുത്ത സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നു, ഈ പാർട്ടിക്കിൾസ് വന്ന് ഇങ്ങനെ ഇത് നടന്നു. അപ്പോൾ ഇതൊരു നാച്ചുറലി നടക്കുന്ന ഒരു ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കാണ്, അതാണ് ട്രാൻസ്ഡക്ഷൻ. ഇനി അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് ട്രാൻസ്ഫർ ഉണ്ട്, ഇതും നാച്ചുറലി നടക്കുന്നതാണ്. നമുക്കറിയാം അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഇസ് എ സോയിൽ ബോൺ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പോൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് വിളിക്കുന്നത് സോയിലിൽ കാണപ്പെടുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മിക്ക ഡൈക്കോട്ട് പ്ലാന്റിൻ്റെയും, ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോണോക്കോട്ട് പ്ലാന്റ്സ് അറിയാം, ചെറിയ ചെറിയ ഈ നെൽച്ചെടികളൊക്കെയാണ്. ഡൈക്കോട്ട് എന്ന് പറയുമ്പോൾ വലിയ വൃക്ഷങ്ങളാണ്. അപ്പോൾ ഇവരുടെ പ്ലാന്റിൻ്റെ എന്ത് ചെയ്യും, ഇവർ ഇൻവേഡ് ചെയ്ത് ഡൈക്കോട്ട് പ്ലാന്റിൽ ഇൻവേഡ് ചെയ്ത് കയറുന്നു. ഇൻജുവേർഡ് അറ്റ് ദ സോയിൽ ലെവൽ ആൻഡ് കോസ് ക്രൗൺ ഗാൾ ഡിസീസസ്. അപ്പോൾ ഇത് എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ പ്ലാന്റിനെ അല്ലെങ്കിൽ ഈ ട്രീക്ക് ക്രൗൺ ഗാൾ ഡിസീസ് ഉണ്ടാക്കുന്നു. The ability to cause crown gall disease is associated with the presence of the TI, tumor inducing plasmid within the bacterial cell. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാന്റിന് ഈ ഡിസീസ് ഉണ്ടാകാനുള്ള കാരണം ഈ ബാക്ടീരിയയുടെ പ്ലാസ്മിഡിനകത്ത് TI എന്ന് പറഞ്ഞ ട്യൂമർ ഇൻഡ്യൂസിങ് ഒരു ജീൻ ഉണ്ട് ഈ ബാക്ടീരിയൽ സെല്ലിൽ. അപ്പോൾ TI പ്ലാസ്മിഡ് ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ന്യൂ ജീൻ ഇൻ ടു ദ പ്ലാന്റ് സെൽ. അപ്പോൾ ഈ TI പ്ലാസ്മിഡ് എന്താ വെച്ചാൽ ഈ TI പ്ലാസ്മിഡ് നേരെ നമ്മുടെ പ്ലാന്റിൻ്റെ ജീനോമുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജീൻ അവിടെ ട്യൂമർ ഉണ്ടാക്കും. അതാണ് ക്രൗൺ ഗാൾ ഡിസീസ്. സാധാരണയായിട്ട് ഈ TI പ്ലാസ്മിഡിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പലതരത്തിലുള്ള ജീനിനെ പ്ലാന്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ TI പ്ലാസ്മിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇത് നിങ്ങൾ ഒന്ന് TI പ്ലാസ്മിഡ് ഇങ്ങനെ അഗ്രോ ബാക്ടീരിയ മീഡിയേറ്റഡ് ട്രാൻസ്ഫർ ഇതൊരു നാച്ചുറലി നടക്കുന്ന ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കാണെന്നൊന്ന് മനസ്സിലാക്കുക.
ഇനി അടുത്തതാണ്, ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഒരു വെക്ടറിൻ്റെ, ഒരു വാഹകരുടെ സഹായത്തോടു കൂടി നാച്ചുറലാണ്. ഇനി വെക്ടർലെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പലതരത്തിൽ ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ആർട്ടിഫിഷ്യൽ ജീൻ ട്രാൻസ്ഫർ ടെക്നിക് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാണ് എഴുതാൻ, അടുത്ത ഈ പറയുന്നതാണ് എഴുതാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് എന്താണ് ജീൻ ട്രാൻസ്ഫർ എന്നും ട്രാൻസ്ജീൻ, ട്രാൻസ്ജെനിസിസ്, ട്രാൻസ്ജീനിക് ഓർഗാനിസം എന്താണ് എല്ലാം അതൊക്കെ പറഞ്ഞ് ആ മെത്തേഡുകൾ നിങ്ങളൊരു അതിൻ്റെ ആ ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ട് വേണം ഏതാണോ ചോദിച്ചത് അതിനെ ഫോക്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ. ജസ്റ്റ് എല്ലാം മെൻഷൻ ചെയ്ത് പോവുക. അപ്പം നമ്മളിവിടെ വെക്ടർലെസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, ഇലക്ട്രിക്കൽ മെത്തേഡ്. ഫിസിക്കൽ മെത്തേഡ്സിൽ പറയുന്നതാണ് മൈക്രോ ഇഞ്ചക്ഷൻ. ഇനി കെമിക്കൽ മെത്തേഡ് മൈക്രോ ഇഞ്ചക്ഷനും ബയോലിസ്റ്റിക്സ് ട്രാൻസ്ഫോർമേഷനും. കെമിക്കലിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് മെത്തേഡ്, ലിപ്പോസോ മീഡിയേറ്റഡ് പോളിത്തീൻ ഗ്ലൈക്കോൾ യൂസിങ് പോളിത്തീൻ ഗ്ലൈക്കോൾ, ആൻഡ് ഇലക്ട്രിക്കൽ മെത്തേഡിൽ ഇലക്ട്രോപോറേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിസിക്കൽ മെത്തേഡ്സിലെ മൈക്രോ ഇഞ്ചക്ഷൻ എന്താണെന്ന് നോക്കാം. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ it's the process of transferring the desirable DNA into living cell through the use of glass micropipette. ഒരു ഗ്ലാസ് മൈക്രോപിപ്പറ്റ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുത്ത ഡിസൈഡ് ജീനിനെ ഒരു ഓർഗാനിസത്തിലോട്ട്, ഹോസ്റ്റിലോട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്ലാസ് മൈക്രോപിപ്പറ്റ് എന്ന് പറയുമ്പോൾ 0.5 to 5 മൈക്രോമീറ്റർ ആണുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് ഒരു സെൽ മെംബ്രെയിനിൽ പെനിട്രേറ്റ് ചെയ്ത് ന്യൂക്ലിയർ എൻവലപ്പിൽ ചെല്ലണമല്ലോ. ന്യൂക്ലിയർ എൻവലപ്പും പെനിട്രേറ്റ് ചെയ്ത് ആ ക്രോമസോമിൽ ഇൻ്റഗ്രേറ്റ് DNA-യിൽ ക്രോമസോമിലിരിക്കുന്ന ജീനിൽ DNA-യിൽ ജീനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഡിസൈഡ് ജീൻ ചെല്ലണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന, അതിന് ശേഷിയുള്ള ഒരു മൈക്രോപിപ്പറ്റാണ് യൂസ് ചെയ്യുന്നത്. The desired gene is then injected into the subcellular compartment of needle is removed. ഇത് സബ്സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് വിടുന്നത്. എന്നിട്ട് ഈ നീഡിൽ റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സാധാരണ മൈക്രോ ഇഞ്ചക്ഷൻ നടത്തുന്നത്. അപ്പോൾ സാധാരണ എന്ന് പറയുമ്പോൾ മാമൽസിൽ നമ്മൾ ഇത് സാധാരണ ഒരു ഇൻഡക്ഷൻ ഉണ്ടാക്കും. ഇൻഡക്ഷൻ ഓഫ് എ ഡോണർ ഫീമെയിൽ ടു സൂപ്പർ ഓവുലേറ്റ് ബൈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. സാധാരണ നമ്മൾ ഈ ട്രാൻസ്ജെനിക് മൗസുകളെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ മൈക്രോ ഇഞ്ചക്ഷൻ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ ന്യൂക്ലിയസിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഈ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതുവഴി ഫീമെയിൽസ് ഡോണറിന് ഒരു സൂപ്പർ ഓവുലേഷൻ നടത്തിയിട്ടാണ്, ഹോർമോൺ വഴി സൂപ്പർ ഓവുലേഷൻ നടത്തിയിട്ട് അപ്പോൾ അതിൽ നിന്ന് എഗ്ഗിനെ എല്ലാം റിക്കവർ ചെയ്യും. ഇങ്ങനെ എഗ്ഗിനെ റിക്കവർ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ എഗ്ഗിനെ, ഈ ഡോണേഴ്സിനെ നമ്മൾ ഇൻവിട്രോ, അതായത് ലബോറട്ടറി കണ്ടീഷൻസിൽ വെച്ച് തന്നെ ഫെർട്ടിലൈസേഷൻ നടത്തും. എഗ്ഗ് സ്പെർമുമായിട്ട് ഫ്യൂസ് ചെയ്യിപ്പിക്കും. അതിനുശേഷം നമ്മൾ DNA is then micro injected into the male pro nucleus of the fertilized egg. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ മെയിലിൻ്റെ പ്രോ ന്യൂക്ലിയസിലോട്ട് നമ്മൾ ഈ മൈക്രോ പിപ്പറ്റ് വെച്ച്, മൈക്രോ നീഡിൽ വെച്ച് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഇത് എപ്പോഴാണിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ മെയിൽ പ്രോ ന്യൂക്ലിയസ് കാണും. ഈ മെയിൽ പ്രോ ന്യൂക്ലിയസിലോട്ട് നമ്മൾ ഈ ഡിസൈഡ് ജീനിനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. ഫോർ മൈക്രോ ഇഞ്ചക്ഷൻ ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ യൂസിങ് എ മൈക്രോ പിപ്പറ്റ്. അപ്പോൾ മൈക്രോ ഇഞ്ചക്ഷൻ വഴി ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് നമ്മളൊരു മൈക്രോ പിപ്പറ്റിൻ്റെ അതിൻ്റെ ഒരു പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. വൈൽ ദ ട്രാൻസ്ജീൻ ഈസ് മൈക്രോ ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ മെയിൽ പ്രോ ന്യൂക്ലിയസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഇഞ്ചക്ഷൻ നീഡിൽ. ആഫ്റ്റർ മൈക്രോ ഇഞ്ചക്ഷൻ ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഇംപ്ലാന്റഡ് മൈക്രോ സർജിക്കലി. അപ്പോൾ ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇവർ പ്രോ ന്യൂക്ലിയസിലോട്ട് ഈ ഫോറിൻ ജീനിനെ, DNA അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഇങ്ങനെ നടന്ന ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ മൈക്രോ സർജിക്കലി തന്നെ ഫോസ്റ്റർ മദറിലോട്ട് ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ അതൊരു അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു സ്യൂഡോ പ്രഗ്നൻ്റായ ഒരു ആനിമലായിരിക്കും. ഇപ്പോൾ സ്യൂഡോ പ്രഗ്നൻ്റ് എന്ന് വെച്ചാൽ ഫീമെയിൽ ഈസ് വൺ ദാറ്റ് ഹാസ് ബീൻ
induced to exhibit the physiological preparedness for pregnancy without undergoing actual fertilization. അപ്പോൾ സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നാച്ചുറൽ ഒരു ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു എന്താണ് ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ അവരുടെ ബോഡി, ഏത് ഓർഗാനിസം ആണെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡി ആ എഗ്ഗിനെ, ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ, എംബ്രിയോയെ റിസീവ് ചെയ്യാൻ അതിൻ്റെ യൂട്രസ് എല്ലാം ഇങ്ങനെ സജ്ജമായിരിക്കും. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നാച്ചുറൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യലി ഹോർമോണൊക്കെ കൊടുത്തൊരു സ്യൂഡോ പ്രഗ്നൻസി സ്റ്റേജിൽ അതിനെ, ആ ഓർഗാനിസത്തെ സജ്ജമാക്കിയിരിക്കുകയാണ് ഈ എഗ്ഗിനെ റിസീവ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്യൂഡോ പ്രഗ്നൻസി ആയ റാറ്റിലോട്ട് ഇതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, മൈക്രോ സർജിക്കലി ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോസ്റ്റർ മദറിൽ നിന്ന് എംബ്രിയോ നോർമൽ ഡെവലപ്പ് ചെയ്യുകയും ഈ ഓസ്പ്രിങ്ങിനെ അവർ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ട്രാൻസ്ജീൻ, ആ ട്രാൻസ്ജീൻ്റെ സ്റ്റേജ് എന്താണ് ആ എലിയിൽ. അവസാനം അത് പ്രസവിക്കുന്ന അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഓസ്പ്രിങ് എന്ന് പറയുന്നത് ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജീനിക് ആയിട്ടുള്ള സ്ട്രെയിൻ ആയിരിക്കും. ആ ഓർഗാനിസത്തിൽ ഈ ഇഞ്ചെക്റ്റ് ചെയ്ത ജീനിൻ്റെ അല്ലെങ്കിൽ DNA എല്ലാ ക്യാരക്ടറുകളും, ഇപ്പോൾ ചിലപ്പോൾ അത് റെഡായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ആയിരിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഓസ്പ്രിങ്ങിന്, ആ റാറ്റിൻ്റെ കുഞ്ഞിന് റെഡായി ഉണ്ടായിരിക്കും അതിൻ്റെ പ്രസൻസ് കൊണ്ട്. അപ്പോൾ അങ്ങനെ പല പല ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ട്രാൻസ്ജെനിക് ഓർഗാനിസത്തെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് മൈക്രോ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൈക്രോ ഇഞ്ചക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോസ്റ്റ്ലി ആണ്. അതോടൊപ്പം തന്നെ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം ഇത് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഇത് ആനിമൽ സെൽസിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഉപയോഗം. പ്ലാന്റ് സെൽസിൽ അത്രത്തോളം യൂസ്ഫുൾനെസ് ഇല്ല. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ബയോലിസ്റ്റിക്സ് ഓർ മൈക്രോ പ്രൊജക്ടൈൽസ്. അപ്പോൾ ബയോലിസ്റ്റിക്സ് ഓർ പാർട്ടിക്കിൾ ബൊമ്പാർഡ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ മെത്തേഡാണ്. ഇത് പറയുന്നത് ടു ഡെലിവർ DNA, നമ്മൾ DNA അങ്ങോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു ടു അതർ മോളിക്യൂൾസ് ഇൻ ടു ഇൻടാക്റ്റ് ടിഷ്യൂ ആൻഡ് സെൽസ്. അപ്പോൾ കറക്റ്റ് മറ്റ് മോളിക്യൂൾസിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് DNA കൂടെ ഒരു ബൊമ്പാർഡ്മെൻറ്റ് വഴി, അതായത് ഒരു ടച്ചിങ് വഴി അങ്ങോട്ട് എൻട്രി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രധാന മെത്തേഡാണ് ജീൻ ഗൺ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ജീൻ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബൊമ്പാർഡ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് ലിറ്ററലി ഫയേഴ്സ് DNA ഇൻറ്റു ടാർഗറ്റ് സെൽസ്. ടാർഗറ്റ് സെൽസിലോട്ട് ഒരു ഷൂട്ട് ചെയ്യുന്ന പോലെ അതിനെ ഷൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ജീൻ ഗൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഈ ജീനിനെ എന്താണ്, നമ്മൾ തോക്കിൽ വെടിയുണ്ടെങ്കിൽ പകരം ഈ ജീനാണ്. ഇതിനെ നമ്മളിങ്ങനെ ഒരു ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൊമ്പാർഡ്മെൻറ്റ് ഉണ്ടാകുന്നു അവിടെ. But the DNA to be transformed into the host cell is coated into microscopic beads made by either gold or tungsten. ടങ്സ്റ്റണോ ഗോൾഡോ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഈ ജീനിനെ അല്ലെങ്കിൽ DNA പാർട്ടിനെ പൊതിയുന്നു, കവർ ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഇതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോട്ടഡ് ബീഡ്സ് ഒരു പ്ലാസ്റ്റിക് ബുള്ളറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതിനെ ഫയറിംഗ് ചേമ്പറിൽ നമ്മൾ ജീൻ ഗണ്ണിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഒരു എക്സ്പ്ലോസീവ് ഫോഴ്സ് ഉണ്ടാക്കി ഈ ബുള്ളറ്റ് കോട്ടഡ് ബീഡ്സ് ടാർഗറ്റ് സെല്ലിലോട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു ഒരു ബാരലിൻ്റെ സഹായത്താൽ. അപ്പോൾ ഈ ചില സെല്ലുകൾ സൈറ്റോപ്ലാസത്തിൻ്റെ വോൾ പാസ് ചെയ്ത് പോകും, ചിലത് പോകത്തില്ല. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ നടന്നത് ആ സെല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ട് പിന്നീട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ. ഇതാണ് പ്രൊമോട്ടർ ഫോർ പ്ലാന്റ് എക്സ്പ്രഷൻ, ക്ലോൺഡ് ജീൻ, ബാക്ടീരിയൽ സീക്വൻസ്. അപ്പോൾ ബാക്ടീരിയൽ സീക്വൻസിലോട്ട് പ്ലാസ്മിഡിലോട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ജീനിനെ, നമുക്ക് ക്ലോൺ ചെയ്യേണ്ട ജീനിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിലോട്ട് നമ്മൾ ടങ്സ്റ്റൺ മൈക്രോ പാർട്ടിക്കിൾസ്, അത് 1 μm ഉള്ളൂ, അതിനെ നമ്മൾ മൈക്രോ പാർട്ടിക്കിളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതിനായി പാർട്ടിക്കിൾ ഗണ്ണിനെ നമ്മൾ ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്തതിന് ശേഷം ഒരു ഫയറിംഗ് പിൻ വെച്ചിട്ട് നമ്മൾ അതിനെ ചാർജ് ചെയ്ത് പ്ലാസ്റ്റിക് ബുള്ളറ്റിനെ മൈക്രോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ടൈൽ വഴി ടാർഗറ്റ് സെല്ലിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു. ദെൻ പ്ലേറ്റ് ഓൺ ടു ഫിൽട്ടർ ഓവർ നഴ്സ് സെൽസ്. അപ്പോൾ ഇതിലോട്ട് സെൽസുകൾ ഏതൊക്കെയാണ് അതിലോട്ട് അപ്പോൾ സൈറ്റോപ്ലാസത്തിലോട്ട് സെൽ വോളിൽ അവർ പിയേഴ്സ് ചെയ്ത് കയറി എന്നിട്ട് പിന്നീട് ന്യൂക്ലിയസിൽ കയറും. ഇതിനെ നമ്മൾ
വെച്ചിട്ട് അവർ ആ സെല്ലിൻ്റെ ആ വളർച്ച അല്ലെങ്കിൽ ആ ജീൻ എൻ്റർ ചെയ്ത് എന്തായി എന്നുള്ളത് അവർ പിന്നീട് മോണിറ്ററൈസ് ചെയ്യും. ഇതാണ് ബയോലിസ്റ്റിക്സ് മെത്തേഡ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് മീഡിയേറ്റഡ് DNA ട്രാൻസ്ഫർ. അപ്പോൾ അത് നമ്മൾ കെമിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ഫെക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഐസൊലേറ്റഡ് DNA സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ക്ലോറൈഡുമായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്ത് പൊട്ടാസ്യം ഫോസ്ഫേറ്റും കാണും. അപ്പോൾ ഒരു കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയും സെൽസ് ഇതിലോട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു പ്രസിപ്പിറ്റേറ്റിനകത്ത് നിന്ന് DNA പതുക്കെ കൾച്ചർ ഡിഷിൽ ഈ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയും അതിൽ നിന്ന് പതുക്കെ ഈ DNA ഈ സെല്ല് അപ്ടേക്ക് ചെയ്തെടുക്കും എൻഡോസൈറ്റോസിസ് വഴി. അപ്പോൾ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ദീസ് ടെക്നിക്സ് ഇൻവോൾവ്സ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് DNA വിത്ത് കാൽഷ്യം ഫോസ്ഫേറ്റ് DEAE ഡെക്സ്ട്രാൻ, അത് ഡൈ ഈതൈൽ അമിനോ ഈതൈൽ ഡെക്സ്ട്രാൻ DEAE ഡെക്സ്ട്രാൻ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് മീഡിയത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റിൽ നിന്ന് എൻഡോസൈറ്റോസിസ് വഴി ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് വഴി സെല്ല് എൻഗൾഫ് ചെയ്തെടുക്കും DNA. അപ്പോൾ ഇതൊരു വളരെ ഫ്രീ ആയിട്ടുള്ള കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ്. ഇതാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി നടത്തുന്നത്. ഇതാണ് അത് ഒരു പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യുന്നത്. കാൽഷ്യം ഫോസ്ഫേറ്റ് സൊല്യൂഷൻസിലോട്ട് നമ്മൾ സെല്ലിനെ ഡിപ്പ് ചെയ്യുമ്പോൾ അവിടെ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സെല്ലിൻ്റെ സർഫസിൽ വരികയും പതുക്കെ എൻഡോസൈറ്റോസിസ് വഴി അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് വഴി ക്രോമസോംസ് ഈ ഫോറിൻ DNA ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നു. പിന്നെ അതേപോലെ നമ്മൾ വേറൊരു രണ്ടാമത് അതിൽ പറയുന്നൊരു മെത്തേഡാണ് പ്രോട്ടോപ്ലാസ്റ്റിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് പോളി എത്തിലീൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് ട്രാൻസ്ഫെക്ഷൻ. ഇതും ഒരു കെമിക്കൽ ട്രാൻസ്ഫർ മെത്തേഡാണ്. പോളി എത്തിലീൻ ഗ്ലൈക്കോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എൻഡോസൈറ്റോസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഹോസ്റ്റ് ഈ റെസിപ്പിയൻ്റ് ചെയ്യേണ്ട സെല്ല് പതുക്കെ DNA ഔട്ട്സൈഡിൽ നിന്ന് അപ്ടേക്ക് ചെയ്തെടുക്കും. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് ആർ കെപ്റ്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് ആണ് ഇതിനെ കെപ്റ്റ് സൊല്യൂഷനിൽ നമ്മൾ ഇടുകയും ആ സൊല്യൂഷനാണ് പോളി എത്തിലീൻ ഗ്ലൈക്കോൾ സൊല്യൂഷൻ, പെഗ് സൊല്യൂഷൻ. അപ്പോൾ ഈ സൊല്യൂഷനിൽ ഫോറിൻ DNA കാണും. അപ്പോൾ ഈ പ്രോട്ടോപ്ലാസ്റ്റിലോട്ട് ഈ ഫോറിൻ DNA പതുക്കെ ഇതിനെ അബ്സോർബ് ചെയ്യും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇലക്ട്രോപോറേഷൻ. അപ്പോൾ അത് ഇലക്ട്രിക്കൽ മെത്തേഡ്സിൽ വരുന്ന ഒന്നാണ് ഇലക്ട്രോപോറേഷൻ. അപ്പോൾ ഇലക്ട്രോപോറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പൾസ് വെച്ചിട്ട് നമ്മൾ ഒരു പോറുകൾ ക്രിയേറ്റ് ചെയ്യുന്നു പ്ലാസ്മ മെംബ്രെയിനിൽ. അപ്പോൾ ഈ പോറ് വഴി DNA ഹോസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദീസ് പോൾസ് ആർ നോൺ ആസ് ദ ഇലക്ട്രോപോൾസ്. അപ്പോൾ നോക്കിക്കുക, ദ സെൽസ് ആർ പ്ലേസ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് DNA ആൻഡ് സബ്ജക്റ്റ് ടു ഇലക്ട്രിക്കൽ പൾസ്. അപ്പോൾ ഒരു സൊല്യൂഷനകത്ത് DNA ഉള്ള സൊല്യൂഷൻസിലോട്ട് നമ്മൾ സെല്ലിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ഇലക്ട്രിക്കൽ പൾസ് കൊടുക്കുന്നു. ആ ഇലക്ട്രിക്കൽ പൾസ് മൂലം സെൽസിൽ ഹോളുകൾ ഉണ്ടാകുന്നു, മെംബ്രെയിൻസിൽ അത് ഇലക്ട്രോപോറുകൾ ഉണ്ടാവുകയും ഈ ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റ് ആ ഹോള് വഴി സൈറ്റോപ്ലാസം വഴി ന്യൂക്ലിയസിൽ എത്തപ്പെടുന്നു. ഇതാണ് ഇലക്ട്രോപോറേഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ ടെക്നിക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്തത് മൗസിലായിരുന്നു. മൗസിൻ്റെ DNA ഫൈബ്രോബ്ലാസ്റ്റ് ബൈ വോങ് ആൻഡ് ന്യൂമാൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1982 അപ്പോൾ അവരൊരു 2.5 kV ഉള്ള ആൻഡ് 200 ohms അതിൽ അപ്ലൈ ചെയ്തു ഇലക്ട്രിക് എനർജി. അപ്പോൾ 4.6 millisecond കൊണ്ട്. അപ്പോൾ ഇത് സാധാരണ ഈ പ്രോസസ്സ് നടത്തുന്ന ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രോപോറേറ്റർ എന്നാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ളൊരു ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കാണ്. ഇത് വെച്ച് നമുക്ക് ട്രാൻസ്ജെനിസിസ് നടത്താം. അതുവഴി ട്രാൻസ്ജെനിക് ഓർഗാനിസത്തെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഫാസ്റ്റ് മെത്തേഡാണ്, ലെസ് കോസ്റ്റ്ലി ആണ്, നമ്പർ ഓഫ് സെൽസിൽ ഒരേ സമയം നമുക്ക് ചെയ്യാം, ലാർജ് നമ്പർ ഓഫ് സെൽസിനെ ട്രീറ്റ് ചെയ്യാം, ഹൈ പെർസെൻറ്റേജ് ഓഫ് സ്റ്റേബിൾ ട്രാൻസ്ഫോർമേഷനാണ് ഇതുവഴി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു കൾച്ചർ സെല്ലാണ് ഇവിടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഇരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ഇതിനെ രണ്ടും മിക്സ് ചെയ്യുന്നു. മിക്സ് സെൽസ് ആൻഡ് DNA ഇൻ എ സ്പെഷ്യൽ ക്യുവറ്റ്. എന്നിട്ട് നമ്മൾ ഒരു വോൾട്ടേജും കൂടെ അവിടെ കടത്തി വിടുന്നുണ്ട്. നമുക്ക് ഏത് സെല്ലിലാണോ ഈ നമുക്ക് ആവശ്യമുള്ള ഈ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആ സെല്ല് ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇലക്ട്രിക് പൾസ് വന്ന് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും.
അപ്പോൾ നമുക്ക് അടുത്ത ലിപ്പോഫെക്ഷൻ ആണ് പറയാനുള്ളത്. ലിപ്പോഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലിപ്പോഫെക്ഷനിൽ സാധാരണ ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ ആണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ജീൻ ട്രാൻസ്ഫർ മെത്തേഡാണ് ലിപ്പോഫെക്ഷൻ. അപ്പോൾ ഈ മെത്തേഡിലെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജീനിനെ എടുത്ത് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലിപ്പിഡ് വെസിക്കിൾസിനകത്തോട്ട് കോട്ട് ചെയ്യും. നമുക്ക് എടുക്കേണ്ട ജീനിനെ അല്ലെങ്കിൽ ട്രാൻസ്ജീനിനെ ഒരു ലിപ്പിഡിൻ്റെ ഒരു വെസിക്കിൾസിനകത്ത് നമ്മൾ കോട്ട് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ലിപ്പോസോം. ഇത് സാധാരണ ലിപ്പോസോമൽ കരിയർ എന്ന് നമ്മൾ ഇതിനെ വിളിക്കപ്പെടുന്നുണ്ട്. ഈ ലിപ്പോസോമിനകത്ത് DNA നമ്മൾ അടച്ച് ക്ലോസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സെൽ കൾച്ചറിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ലിപ്പോസോം പതുക്കെ നമ്മുടെ സെല്ലുമായിട്ട് അഡ്ഹർ ചെയ്യും. ഈ ഇവിടെ പിക്ചറിൽ കണ്ടാൽ അറിയാം, സെല്ലുമായിട്ട് ലിപ്പോസോം കരിയർ അഡ്ഹർ ചെയ്യുകയും പതുക്കെ പ്ലാസ്മ മെമ്പറിനിലോട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഈ നമുക്ക് ആവശ്യമുള്ള ഈ ഡിസൈർഡ് ജീനിനെ അല്ലെങ്കിൽ ട്രാൻസ്ജീനിനെ സൈറ്റോപ്ലാസത്തിലോട്ട് പതുക്കെ ഫ്യൂസ് ചെയ്ത് റിലീസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻസിന് ഇത് റിലീസ് ചെയ്യപ്പെടുകയും ഫോറിൻ DNA പതുക്കെ ന്യൂക്ലിയസിലോട്ട് ചെന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പിന്നീട് അത് അടുത്ത ആ ജീൻ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് സാധാരണയായിട്ട് നമ്മൾ വലിയ DNA ഫ്രാഗ്മെൻറ്റ്സിലാണ്, ഈ ആക്കിലൊക്കെ അയച്ചുന്നത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിലൊക്കെ വലിയ പീസ് ഓഫ് DNA നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ ലിപ്പോഫെക്ഷൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജീൻ ട്രാൻസ്ഫർ മെത്തേഡാണ്. അപ്പോൾ അടുത്തൊരു മെത്തേഡാണ് എംബ്രിയോണിക് സ്റ്റെം സെൽ മെത്തേഡ്. ഇപ്പോൾ നമുക്കറിയാം സെൽസ് ഫ്രം ദ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്പിംഗ് എംബ്രിയോ ക്യാൻ പ്രോലിഫറേറ്റ് ഇൻ സെൽ കൾച്ചർ. നമുക്കറിയാം ഒരു എംബ്രിയോയുടെ ബ്ലാസ്റ്റോസിസ്റ്റ് സെല്ല് ഡെവലപ്പ് ചെയ്ത് വന്നാൽ അത് ആ സെല്ലിനൊരു പ്രോലിഫറേഷൻ ഉണ്ട്, അത് കൾച്ചറിൽ പ്രോലിഫറേറ്റ് ചെയ്യും. അത് നമുക്കറിയാം ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ദേ സ്റ്റിൽ റിട്ടൈൻ ദ കപ്പാസിറ്റി ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് ഇൻ ടു ഓൾ അതർ ടൈപ്പ് ഓഫ് സെൽസ്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിൽസ് ഒരു എംബ്രിയോയുടെ സെൽസിൻ്റെ പ്രത്യേകത അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഏത് ടൈപ്പ് സെല്ലായി മാറാനുള്ള കഴിവ് ആ സെൽസിനുണ്ട്. അപ്പം ഇൻക്ലൂഡിങ് ജേംലൈൻ സെൽസ്. അപ്പോൾ അത് കൂടാതെ അതിനകത്ത് ജേംലൈൻ സെൽസും ഉണ്ട്. ആ സെല്ലിനും ഇതിനുള്ള കഴിവുണ്ട്. സച്ച് സെൽസ് ആർ കാൾഡ് പ്ലൂറിപൊട്ടൻറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽസ്. അപ്പോൾ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്ലൂറിപൊട്ടൻറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽ. അപ്പോൾ പ്ലൂറിപൊട്ടൻറ്റ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ developing blastocyst stage of embryo cells. They can proliferate in cell culture. ഇവർക്ക് സെൽ കൾച്ചറിൽ പ്രോലിഫറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് they still retain the capacity of differentiating into all other type of cells. ഇവർക്ക് അവരുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ നിലനിർത്താനും അത് ഏതൊരു ടൈപ്പ് സെല്ലായിട്ട് മാറാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെല്ലിനെ നമ്മൾ വിളിക്കുന്നത്, ഈ ഒരു കഴിവിനെ വിളിക്കുന്നത് പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് എന്നാണ്. പ്ലൂറിപൊട്ടൻസി സെൽസ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. അപ്പോൾ these cells can be readily engineered genetically without altering their pluripotency. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലൂറിപൊട്ടൻസി നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ ഇതിനെ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കിന് ഉപയോഗിക്കുന്നുണ്ട്. സച്ച് ജനറ്റിക്കലി എൻജിനീയർഡ് സെൽസ് ക്യാൻ ബി സെലക്റ്റഡ്. ഇങ്ങനെ ജനിതക മാറ്റം വരുത്തി നമ്മൾ ഈ സെൽസിനെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെ എടുത്ത് നമ്മൾ ഗ്രോൺ ചെയ്യിപ്പിച്ച് ഇവയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കാണ് എംബ്രിയോണിക് സ്റ്റെം സെൽ മെത്തേഡ് എന്ന് പറയപ്പെടുന്നത്. ദ ടെക്നിക്ക് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ഐസൊലേഷൻ ഓഫ് ഇന്നർ മാസ് സെൽ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ ഈ ടെക്നിക്കിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെന്നെങ്കിലും ഒരു ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ മാസ് സെൽസ്, എംബ്രിയോയുടെ ഇന്നർ മാസ് സെൽസാണ് ബ്ലാസ്റ്റോസിസ്റ്റ് സെൽസ്, അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ദീസ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആർ ദെൻ ട്രാൻസ്ഫേർഡ് വിത്ത് എ ട്രാൻസ്ജീൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മളെടുത്ത് ഇതിനെ ഒരു ട്രാൻസ്ജീനിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലോൺഡ് DNA ഇൻജെക്റ്റഡ് ഇൻ ടു എംബ്രിയോണിക് സ്റ്റെം സെൽസ്. ഈ എംബ്രിയോണിക് സെൽസിൽ ക്ലോൺ ചെയ്ത് വെച്ചിരിക്കുന്ന DNA നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫേർഡ് എംബ്രിയോണൽ സ്റ്റെം സെൽ ഇൻജെക്റ്റഡ് ഇൻ ടു നോർമൽ ബ്ലാസ്റ്റോസിസ്. നോർമൽ ബ്ലാസ്റ്റോസിൽസിലോട്ട് നമ്മൾ ക്ലോൺ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ദ ട്രാൻസ്ഫെക്റ്റഡ് സെൽസ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് ആർ മൾട്ടിപ്ലൈഡ് ഇൻ കൾച്ചർ and are then micro injected into the recipient blastocyst. എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലോൺ ചെയ്ത് വെച്ചിരുന്ന DNA എടുത്ത് നമുക്ക് ഈ എടുത്ത ഇന്നർ മാസ് സെൽസിലോട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദ ബ്ലാസ്റ്റോസിസ്റ്റ് ക്യാരിയിങ് ട്രാൻസ്ഫെക്റ്റഡ് എംബ്രിയോണിക് സ്റ്റെം സെൽ. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ജീനിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇതെന്ത് ചെയ്ത് പിന്നീട് അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ എന്തുണ്ട്, നമ്മൾ കൊടുത്ത ട്രാൻസ്ജീനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇത് നമ്മൾ വേറൊരു ഫോസ്റ്റർ മദറിൻ്റെ യൂട്രസിലോട്ട് ഇംപ്ലാന്റ് ചെയ്യും.
അപ്പോൾ അവിടെ ഇരുന്നൊരു ട്രാൻസ്ജെനിക് ഓർഗാനിസമായിട്ട് ഇത് മാറും. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കറിയാം. അപ്പോൾ ഇന്നർ സെൽ മാസ് എടുത്തു, അതിൽ നമ്മൾ ട്രാൻസ്ജീനിനെ ക്ലോൺ ചെയ്ത് വെച്ചിരുന്നു, അതിനെ നമ്മൾ അതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു എംബ്രിയോണിക് സ്റ്റെം സെൽസ് വിത്ത് ഈ ട്രാൻസ്ജീനും കൂടെ ചേർന്ന് ഇതിനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ നമ്മളെടുത്ത് ഫോസ്റ്റർ മദറിൻ്റെ യൂട്രസിലോട്ട് ഇംപ്ലാന്റ് ചെയ്തു. അവസാനം റിസൾട്ടിങ് ഫലം എന്താണ് നമുക്ക് കിട്ടിയത്? നമ്മൾ ആ കിട്ടിയ കുഞ്ഞിനെ നമ്മൾ സ്ക്രീൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് റിസൾട്ടിങ്, നമ്മൾ ഏത് ജീനിനെയാണോ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ ക്യാരക്ടർ അടങ്ങിയ ഒരു ട്രാൻസ്ജീനുള്ള പുതിയ ഒരു ഓർഗാനിസത്തെ നമുക്ക് കിട്ടി. ഇതാണ് എംബ്രിയോണിക് സ്റ്റെം സെൽ ജീൻ ട്രാൻസ്ഫർ. അപ്പോൾ അതാ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മൾ എടുത്തു, അതിലോട്ട് നമ്മളൊരു ഫോറിൻ DNA ട്രാൻസ്ജീനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ആ ബ്ലാസ്റ്റോസിസ്റ്റിനെ ഒരു മദറിലോട്ട് യൂട്രസിൽ കൊടുത്തു. അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ജെനിക് ആയിട്ടുള്ള എലികളെ കിട്ടി. ഈ എലികളെ നോക്കപ്പോൾ നമുക്ക് മനസ്സിലായി, ട്രാൻസ്ജെനിക് എലി കിട്ടിയത് വൈറ്റ് മൈസിലായിരുന്നു നമ്മൾ കൊടുത്തത്. പക്ഷേ അവിടെ നമുക്ക് കളർ ഏത് ജീനിനെയാണോ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ ജീനിൻ്റെ പ്രോഡക്റ്റുകൾ കിട്ടി. എന്നിട്ട് ഇതിനെ നമ്മൾ വീണ്ടും നോർമൽ മൈസുമായിട്ട്, ഈ ഷിമറിക് മൈസിനെ നോർമൽ മൈസുമായിട്ട് മേറ്റ് ചെയ്തപ്പോൾ അവിടെ നമുക്ക് ജീൻ ടാർഗറ്റ് ചെയ്ത മൈസിനെയും നോർമൽ മൈസിനെയും കിട്ടി. ഇതൊരു ഇങ്ങനെ പല ടെക്നിക്കുകൾ, പല റിസർച്ചുകൾ അല്ലെങ്കിൽ പല മെത്തേഡുകളിലൂടെ പലതരത്തിലുള്ള ഓർഗാനിസത്തിന് ജീനിന് മാനിപ്പുലേഷൻ വരുത്തി പലതരത്തിലുള്ള ട്രാൻസ്ജെനിക് ഓർഗാനിസത്തെ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബംബാർഡ്മെൻറ്റ്, ബയോളിസ്റ്റിക്സ് മെത്തേഡ്, മൈക്രോ പ്രൊജക്റ്റൈൽ, പാർട്ടിക്കിൾ ഗൺ മെത്തേഡ്, ഇതെല്ലാം ഷോർട്ട് ഗൺ മെത്തേഡിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം സെപ്പറേറ്റ്. ലിപ്പോഫെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മൈക്രോ ഇഞ്ചക്ഷൻ, ഇലക്ട്രോപോറേഷൻ, റിട്രോവൈറൽ വെക്ടർ മെത്തേഡ്, പിന്നെ എംബ്രിയോണിക് സ്റ്റെം സെൽ മെത്തേഡ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷോർട്ട് ഗൺ മെത്തേഡ്, എംബ്രിയോണിക് സ്റ്റെം സെൽ മെത്തേഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്.